ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏത് വിവരവും വിരൽത്തുമ്പിലെത്തുന്ന ആ ടെക്നോളജിയെ കുറിച്ചാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനുള്ളിൽ നടന്ന ഏറ്റവും വലിയ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം. മനുഷ്യന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജിയുടെ പേരാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്നത് ഇപ്പോഴത്തെ ഒരു സാങ്കേതിക വിദ്യ എന്ന നിലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ഇപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഇന്റർനെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. ഇന്റർനെറ്റിന്റെ ഇപ്പോഴത്തെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് സഞ്ചരിക്കണം. ഇപ്പോൾ ഇന്റർനെറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തു ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആക്കി എടുത്തു. ഇനി എനിക്ക് ആരെങ്കിലും ഈ വീഡിയോ കാണിക്കണം. എങ്ങനെ ഞാൻ കാണിക്കും? ഒന്നില്ലെങ്കിൽ ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് കാണിക്കേണ്ടവരെ കൊണ്ടുപോയി കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ DVD-യിലേക്കോ അല്ലെങ്കിൽ പെൻഡ്രൈവിലേക്കോ കോപ്പി ചെയ്തിട്ട് കൊറിയർ അയക്കണം. എങ്ങനെയാണ് കൊറിയർ അയക്കുന്നത്? നമ്മൾ DVD ആണെങ്കിൽ DVD, അല്ലെങ്കിൽ പെൻഡ്രൈവ് ആണെങ്കിൽ പെൻഡ്രൈവ് പാക്ക് ചെയ്തിട്ട് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എഴുതി കൊടുക്കും. എന്നിട്ട് നേരെ കൊറിയർ കമ്പനി കൊണ്ടുപോയി കൊടുക്കും. അവരത് ഷിപ്പിലോ പ്ലെയിനിലോ എങ്ങനെയാണോ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഇതുപോലെ തന്നെ ആദ്യകാലത്ത് കൊറിയർ അയച്ചിരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ കൊറിയർ അയക്കുക എന്നതും ഓരോരുത്തരെ കൊണ്ട് കാണിക്കുക എന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടേറിയതും വളരെ സമയമെടുക്കുന്നതും ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഡേറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൂടെ എന്ന ആശയം ആളുകളിൽ ഉദിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം അവർ 2 കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്തുകൊണ്ട് കേബിളുകൾ വഴി കണക്ട് ചെയ്തുകൊണ്ട് ഡേറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്തു. അതിലവർ വിജയിച്ചു. അങ്ങനെ ഒരു റൂമിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്തു. പിന്നീട് ഒരു ബിൽഡിങ്ങിലെ വിവിധ നിലകളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്തു. അതിലവർ വിജയിച്ചു. അങ്ങനെ ബന്ധിപ്പിച്ച് അവസാനം അവർ രാജ്യത്തിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അതിലും അവർ വിജയിച്ചു. ഇങ്ങനെ ബന്ധിപ്പിച്ച് അവസാനം ലോകം മുഴുവൻ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഏതൊരു കമ്പ്യൂട്ടറിലെ ഡേറ്റയും മറ്റേത് കമ്പ്യൂട്ടറിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളർന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ഒരു പക്ഷേ സാറ്റലൈറ്റുകൾ വഴിയായിരിക്കുമോ? അല്ല, എല്ലാം നമ്മുടെ കാൽപാദങ്ങൾക്ക് കീഴെ കടലിലൂടെയാണ് ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കേബിളുകൾ എന്തുകൊണ്ടാണ് കരയിലൂടെ വലിക്കുന്നതിന് പകരം കടലിലൂടെ വലിക്കുന്നത്? കാരണം കരയിലൂടെ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കേബിൾ വലിക്കണം. അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് ഇടയ്ക്ക് ഒരുപാട് കുന്നുകളും മലകളും ഉണ്ട്. ഇതെല്ലാം തുറന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് വരിക എന്നത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കടലിലൂടെയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾ മുന്നോട്ട് വന്നു. അവർ പറഞ്ഞു, നിങ്ങൾ കേബിളുകളെ കുറിച്ച് പേടിക്കേണ്ട, അത് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തോളാം. പക്ഷെ അതിനു വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമാണ്. അങ്ങനെ ഈ കമ്പനികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനികൾ എവിടെയാണോ കേബിൾ എത്തിക്കേണ്ടത് അവിടെ തീരത്ത് കൊണ്ടുവന്നിടും. എന്നിട്ട് അതാത് രാജ്യത്തെ കമ്പനികളോട് ആവശ്യപ്പെടും ഇത് കസ്റ്റമറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വരെ എത്തിക്കാൻ. ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വരെ എത്തിക്കുന്നവരെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും 2 തരം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സാണുള്ളത്. ഒന്ന് നമ്മുടെ വൈഫൈ നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളും പിന്നീട് സെല്ലുലാർ കമ്പനീസുമാണ്. ഈ 2 കമ്പനികളും ചെയ്യുന്നത്, അതായത് ഇപ്പോൾ വൈഫൈ കമ്പനിയാണെങ്കിൽ അവരുടെ കേബിൾ കൊണ്ടുവന്ന് വൈഫൈയുടെ റൂട്ടർ വരെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പോൾ അതേപോലെ തന്നെ സെല്ലുലാർ കമ്പനികളാണെങ്കിൽ അവരുടെ കേബിൾ കൊണ്ടുവന്ന് അവരുടെ ടവർ വരെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ ടവറിലും റൂട്ടറിലും വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ റേഡിയോ സിഗ്നലാക്കിയിട്ട് അതാത് ഡിവൈസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ലഭിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തുവാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വീഡിയോ എങ്ങനെ ഷെയർ ചെയ്യുമെന്ന് നോക്കിയായിരുന്നു. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് ഉള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു റിയൽ അഡ്രസ്സ് ഇല്ല. നമുക്കുള്ള അഡ്രസ്സിൻ്റെ പേര് IP അഡ്രസ്സ് എന്നാണ്. എൻ്റെ കമ്പ്യൂട്ടറിന് ഒരു IP അഡ്രസ്സ് കാണും. ഞാൻ അയച്ചു കൊടുത്ത് ആ കിട്ടുന്ന കമ്പ്യൂട്ടറിനും ഒരു IP അഡ്രസ്സ് കാണും. എന്നിട്ട് ഞാൻ എൻ്റെ IP അഡ്രസ്സിൽ നിന്ന് മറ്റേ IP അഡ്രസ്സിലേക്ക്
സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ IP അഡ്രസ്സ് എന്നത് ഒരു സ്ഥിരമായ അഡ്രസ്സ് അല്ല. നമ്മൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ്. ഇനി ഞാൻ ആർക്കാണോ എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുന്നത് അയാളുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഞാൻ അടിച്ചു കൊടുക്കും. എന്നിട്ട് എൻ്റെ വീഡിയോ ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോ കമ്പ്യൂട്ടറിലേക്കും അയച്ചു കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും IP അഡ്രസ്സ് അറിയാവുന്ന ഒരു കോമൺ സെർവറിലേക്ക് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ കോമൺ സെർവറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യൂട്യൂബ്. എല്ലാവരുടെ IP അഡ്രസ്സ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ച ഒരു പുതിയ സംഭവമാണ് ഡൊമൈൻ നെയിം. അതായത് google.com, youtube.com, facebook.com അതേപോലത്തെ ഡൊമൈൻ നെയിമുകൾ അവർ നിർമ്മിച്ചു. youtube.com എന്ന ഡൊമൈൻ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് യൂട്യൂബിൻ്റെ കമ്പ്യൂട്ടറിലൂടെ എല്ലാവർക്കും വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.